മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ തിരുനാളിന്, ക്രിസ്മസിന് നമ്മൾ അടുത്ത ഒരുക്കത്തിലാണ്. എല്ലാ ക്രിസ്മസ് കാലത്തും പോലെ ഷാലോം ടി വിയിലൂടെ ഗ്ലോറിയ ക്രിസ്മസ് ഒരുക്ക ധ്യാനം, ഈ ശുശ്രൂഷ നടത്തപ്പെടുകയാണ്. 4 ദിവസത്തെ ഈ ഒരുക്ക ധ്യാനത്തിലേക്ക് ദൈവജനമേ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ വലിയ തിരുനാളിൻ്റെ ആശംസകൾ ഏവർക്കും സ്നേഹപൂർവ്വം മുന്നേ നേരുകയാണ്. ഈ തിരുനാളിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായി ഷാലോം ടി വിയിലൂടെ നമ്മൾ എല്ലാ വർഷവും നടത്താറുള്ളത് പോലെ ഗ്ലോറിയ ക്രിസ്മസ് ഒരുക്ക ധ്യാനം ഈ വർഷവും നടത്തപ്പെടുകയാണ്. 5 ദിവസം നമ്മൾ പ്രാർത്ഥിച്ച്, വചനം കേട്ട്, ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച് വലിയ തിരുനാളിന് ദൈവത്തിൻ്റെ സ്നേഹം സ്വർഗം നിറഞ്ഞ് കവിഞ്ഞ് ഭൂമിയിലേക്ക് ഒഴുകിയിറങ്ങിയതിൻ്റെ ഓർമ്മ പെരുന്നാളിനെ, ക്രിസ്മസിനെ ആഘോഷിക്കാൻ നമ്മൾ ഒരുങ്ങുന്നു. നിങ്ങളോടുള്ള എൻ്റെ എളിയ ആഹ്വാനം, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ വചനം കേൾക്കണേ. ഒരു സാധാരണ നമ്മൾ കേട്ട് ശീലിച്ച വചന പ്രഘോഷണത്തിൻ്റെ വിസ്ഫോടനങ്ങളൊന്നും ഈ ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ക്രിസ്മസ് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു തിരുനാളാണ്. നമ്മളൊക്കെ നന്നായിട്ട് ഒരുങ്ങി, കുറേയേറെ പേര് നോമ്പെടുത്ത് പ്രാർത്ഥിച്ച്, പുൽക്കൂട് കെട്ടി, സ്റ്റാർ തൂക്കി, ഇനി പാതിരാ കുർബാനയ്ക്ക് പോകാൻ കൊതിയോടെ ഒരുങ്ങിയിരിക്കുന്ന വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവമാണ് ക്രിസ്മസ്. അതുകൊണ്ട് ആ സന്തോഷത്തോടെ തന്നെ നമുക്ക് ഈ ദിവസങ്ങളിൽ ധ്യാനത്തിൽ പങ്കെടുക്കണം. എൻ്റെ ആഹ്വാനം, എൻ്റെ അഭ്യർത്ഥന, നിങ്ങൾ മുടക്കം കൂടാതെ 4 ദിവസം പ്രാർത്ഥനയിലായിരിക്കുക, ഒരുക്കത്തിലായിരിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയുക, പങ്കുവെക്കുക, പ്രഘോഷിക്കുക. ഇതാണ് സുവിശേഷ പ്രഘോഷണം. നല്ലത്, സദ്വാർത്ത നമ്മുടെ പ്രിയപ്പെട്ടവരെ, ചുറ്റുമുള്ളവരെ അറിയിക്കുക. ഇങ്ങനൊരു ധ്യാനം നടക്കുന്നുണ്ട്, സാധിക്കുമെങ്കിൽ ഇതിനകത്ത് പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ചുറ്റുമുള്ളവരെ കൂടെ ഈ ധ്യാനത്തിലേക്ക് ഒരുക്കണം. നമ്മുടെ ധ്യാനം മുന്നോട്ട് പോകുന്നൊരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോ ദിവസവും നമ്മൾ സുവിശേഷത്തിൽ, പ്രത്യേകിച്ച് ഈശോ തമ്പുരാൻ്റെ പിറവിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന കുറച്ച് വ്യക്തികളെ ധ്യാനിച്ചാണ് പോകുന്നത്. ആശയങ്ങളെക്കാളേറെ ഓരോ വ്യക്തിയെയും എടുത്ത് ഒരുങ്ങി നമ്മൾ ക്രിസ്മസിലേക്ക് എത്തുകയാണ്. അതിനോട് ചേർന്ന് എനിക്കൊരു ഹോംവർക്ക് നിങ്ങൾക്ക് തരാനുള്ളത്, ധ്യാനം നമുക്കിത് കേൾക്കാൻ ഭയങ്കര സുഖമാണ്. പ്രത്യേകിച്ച് നമുക്ക് വലിയ അധ്വാനമൊന്നും ഇല്ലല്ലോ. TV ഓൺ ചെയ്യുക, അച്ഛൻ വചനം കാര്യമായിട്ട് പ്രസംഗിക്കുന്നുണ്ട്, പ്രസംഗിച്ചു, ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്. ഇത് കഴിയുമ്പോൾ ആരാധനയുണ്ട്, അതിന് ഞങ്ങൾ റെഡിയാണ്. പാട്ടൊക്കെ പാടി ഞങ്ങൾ അച്ഛൻ്റെ കൂടെ ആരാധിച്ചോളാം. അത് പോരാ, നമ്മുടെ ഭാഗത്തുനിന്നൊരു ഹോംവർക്ക് ചെയ്യണം. ഹോംവർക്ക് ഇതാണ്, എളുപ്പമുള്ള ഹോംവർക്കാണ്. ഇന്ന് തൊട്ട് ക്രിസ്മസ് വരെ, പിറവി തിരുനാളിന് മുമ്പ് നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ഹോംവർക്ക്, കിട്ടുന്ന സമയം കൊണ്ട് ഈശോ തമ്പുരാൻ്റെ ഇൻഫൻസി നറേറ്റീവ് എന്ന് വെച്ചാൽ കർത്താവിൻ്റെ പിറവിയുമായിട്ട് ബന്ധപ്പെട്ട് സുവിശേഷ ഭാഗങ്ങൾ അത് വായിച്ചൊരുങ്ങുക. മത്തായിയുടെ സുവിശേഷത്തിൽ കുറേയധികം ഭാഗങ്ങളുണ്ട്, ലൂക്കായുടെ സുവിശേഷത്തിൽ കുറേയധികം ഭാഗമുണ്ട്, മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ അങ്ങനെ ഈശോയുടെ പിറവിയുമായിട്ട് ബന്ധപ്പെട്ട സൂചനകളില്ലെങ്കിലും സ്നാപക യോഹന്നാൻ്റെ മാനസാന്തരത്തിൻ്റെ ആഹ്വാനമുണ്ട്. അവിടെയാണ് മാർക്കോസ് സുവിശേഷം ആരംഭിക്കുന്നത്. അത് വായിച്ചൊരുങ്ങുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ബാക്കിയുള്ളവരൊക്കെ ഈശോയുടെ പിറവിയെ ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെടുത്തിയെങ്കിൽ യോഹന്നാൻ ഈശോ തമ്പുരാനെ ആദ്യത്തോളം എത്തിക്കുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം മാംസമായി. കർത്താവിനെ, ഈശോയെ ദൈവത്തോട് ചേർത്ത് നിർത്തിയാണ് യോഹന്നാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന്, ആ 1-ാം അധ്യായം കൂടെയൊക്കെ ഒന്ന് വായിച്ച് ഒരുങ്ങുക. അതെന്തിനാന്ന് വെച്ചാൽ, അത് നമ്മുടെ ഭാഗത്തുനിന്നുള്ളൊരു സമർപ്പണം, ഒരു ഒരുക്കം. ഒപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ കുറെ കൂടെ മിഴിവോടെ മനസ്സിലാക്കാൻ അത് നിങ്ങൾക്ക് ഉപകാരമാകും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ആള്, നമ്മൾ ധ്യാനിക്കുന്ന വ്യക്തി, പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്കുള്ളൊരു കണ്ണി. ആരാണത്? ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകും, ഇടയ്ക്കിടയ്ക്ക് ഉത്തരം പറയാം. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കണക്ട് ചെയ്യുന്ന ഒരു കണ്ണിയുണ്ട്. അയാളിലാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. ആരാണത്? സ്നാപക യോഹന്നാൻ, പ്രവാചകന്മാരിൽ അവസാനത്തെയാൾ. അതാണ് പഴയ നിയമവുമായിട്ടുള്ള ബന്ധം. മിശിഹായ്ക്ക് വഴിയൊരുക്കുന്നവൻ, അതാണ് പുതിയ നിയമവുമായുള്ള ബന്ധം. സ്നാപക യോഹന്നാനിലാണ് സുവിശേഷം ആരംഭിക്കുന്നത്. സഖറിയായ്ക്ക് കിട്ടുന്ന അറിയിപ്പ്, എനിക്കൊരു പുത്രൻ വരും, ഒരു പുത്രൻ ജനിക്കും. സ്നാപക യോഹന്നാനിലാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. ഈ സ്നാപക യോഹന്നാൻ്റെ 3 പ്രത്യേകതകളെ ഈ കാലഘട്ടത്തോട് ചേർന്ന്
നമ്മൾ വായിച്ച് വ്യാഖ്യാനിച്ചെടുക്കാൻ ശ്രമിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇത് ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാതെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുമ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. ചിലർക്ക് കേട്ട പാടെ മനസ്സിലാകും. അങ്ങനെ ദൈവം കഴിവ് നൽകിയിരിക്കുന്നവരുണ്ട്. കേട്ട പാടെ തലയിൽ കയറും. ചിലർക്ക് അതൊന്ന് കുറിച്ചിട്ടാലേ ഉള്ളൂ, അല്ലെങ്കിൽ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് പോകും. അത് നമ്മുടെ രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു ചെറിയ തുണ്ടുകടലാസ് എങ്കിലും എടുത്ത് അടുത്ത് വെച്ചിട്ട് ഒരു പേനയോടെ ഒന്ന് കുറിച്ചിട്ടേക്കണം. അപ്പോൾ സ്നാപക യോഹന്നാൻ്റെ ഒന്നാമത്തെ ഫീച്ചർ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, സ്നാപക യോഹന്നാൻ ഈസ് ഈക്വൽ ടു വഴിയൊരുക്കുന്നവൻ. സ്നാപക യോഹന്നാൻ വഴിയൊരുക്കുന്നവനാണ്. സ്നാപക യോഹന്നാൻ മിശിഹായ്ക്ക് വഴിയൊരുക്കുന്നവനാണ്. എന്താണെന്നോ ഈ വഴിയൊരുക്കുന്നു എന്നതിൽ ഇത്രമാത്രം ധ്യാനിക്കാനുള്ളത്? എന്താ ധ്യാനമുള്ളതെന്ന് വെച്ചാൽ, ഇന്നത്തെ ശൈലി തിരിഞ്ഞു കിടക്കുകയാണ്. ഇത് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കാൻ പോകുന്ന പല വിഷയങ്ങളുടെയും ഫ്ലിപ്പ് സൈഡാണ്, നേരെ ഓപ്പോസിറ്റാണ്, വിപരീതമായ കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത്. സ്നാപക യോഹന്നാൻ മിശിഹായ്ക്ക് വഴിയൊരുക്കുന്നവൻ. നമ്മൾ ഇന്ന് എന്താ പ്രാർത്ഥിക്കുന്നത് ഈശോയോട്? ഈശോയെ, നീ എൻ്റെ മുമ്പേ വഴിയൊരുക്കി അങ്ങ് നടന്നു, ഞാൻ പുറകെ നടന്നേക്കാം. അതായത് ഈശോ എല്ലാം ചെയ്തു വെച്ചാൽ പുറകെ നടക്കാൻ ഇന്നാളുണ്ട്. പക്ഷേ കർത്താവ് തമ്പുരാന്റെ മുമ്പിൽ വഴിവെട്ടി നടക്കാൻ ഇന്നാളില്ല. അതിൻ്റെ ആവശ്യമില്ലെന്നുള്ളതാണ്. കർത്താവ് ഓൾ പവർഫുൾ. അങ്ങനെയാണെങ്കിൽ പിന്നെ സ്നാപക യോഹന്നാനെ മുന്നേ വേണ്ട കാര്യമില്ലല്ലോ. കർത്താവിന് മിശിഹായ്ക്ക് വഴിയൊരുക്കാനുള്ളൊരു ക്ഷണം സ്നാപക യോഹന്നാൻ നമുക്ക് നൽകുന്നുണ്ട്. 2 രീതിയിൽ വഴിയൊരുക്കണം. ഒന്ന്, നമ്മുടെ ഹൃദയത്തിൽ മിശിഹായ്ക്ക് വഴിയൊരുക്കണം. ക്രിസ്മസ് അതിന് പറ്റിയ സമയമാണ്. കുറേയേറെ പേർ അതൊക്കെ ചെയ്യാറുണ്ട്. നമുക്കറിയാം, ഈ ക്രിസ്മസ് കാലത്ത് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ, ഈ 20, 21, 22 ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഇടവകകളിൽ കുമ്പസാരത്തിൻ്റെ സൗകര്യം ഒരുക്കുന്ന ദിവസങ്ങളാണ്. എല്ലാ ദിവസവും വികാരിച്ചമാർ കുമ്പസാരിപ്പിക്കാൻ ഇരിക്കും. എന്നാലും ഈ ദിവസങ്ങളിൽ കുമ്പസാരിക്കാനാണ് നമുക്ക് പ്രത്യേക താല്പര്യം. എന്താണത്? നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോ മിശിഹായ്ക്ക് വഴിയൊരുക്കുന്ന ശുശ്രൂഷയാണത്. കർത്താവ് തമ്പുരാനായിട്ട് ഹൃദയത്തിലേക്കൊരു വഴിവെട്ടി ഒരുക്കുകയാണ് കുമ്പസാരത്തിൽ. ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സ്നാപക യോഹന്നാൻ ചെയ്തതാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് മിശിഹായ്ക്ക് വഴിയൊരുക്കി കൊടുക്കണം. എങ്ങനെയാണ് സ്നാപക യോഹന്നാൻ ചെയ്തത്? സ്നാപക യോഹന്നാൻ ചെയ്ത ഒറ്റ വാക്ക്, പ്രഘോഷിച്ച ആ ഒറ്റ വാക്കിലാണ് അവൻ ആ വഴിവെട്ടൽ നടത്തിയത്. എന്താണത്? മാനസാന്തരപ്പെടുവിൻ, മാനസാന്തരപ്പെടുവിൻ. നമ്മുടെ ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തിന്റെ ആദ്യത്തെ ദിവസം മുഴങ്ങുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട വാക്ക് അത് തന്നെയാണ്, മാനസാന്തരപ്പെടുവിൻ. സ്നാപക യോഹന്നാൻ വഴിയൊരുക്കുന്നവനാണ്. അവൻ വഴിയൊരുക്കിയത് മാനസാന്തരത്തിനുള്ള ആഹ്വാനം നൽകിക്കൊണ്ടാണ്. ഇന്നുണ്ടല്ലോ, ആർക്കും ആരോടും ഇതൊന്നും പറയണ്ട, ആർക്കും ആരോടും മാനസാന്തരപ്പെടാനൊന്നും പറയണ്ട. അതായത് പണ്ടൊക്കെ അപ്പനമ്മമാർ മക്കളെ ഉപദേശിച്ചിരുന്നു. ഇപ്പം അതുപോലും ഇല്ല. അതായത് അപ്പനമ്മ മകനോട്, കുഞ്ഞെ നിന്റെ ഈ പോക്ക് ശരിയല്ല, മാനസാന്തരപ്പെടണം. അല്ലെങ്കിൽ കൂടപ്പുറപ്പിനോട്, കൂട്ടുകാരനോട്, പ്രത്യേകിച്ച് കൂട്ടുകാരോടൊന്നും ആരും പറയത്തില്ല. നമുക്കറിയാം നമ്മുടെ കൂട്ടുകാരൻ പോകുന്ന വഴി ശരിയല്ല, എന്നാൽ പിന്നെ അവനോട് എടാ മാനസാന്തരപ്പെട്. ആ പറയുന്ന വാക്കിൽ മിശിഹായ്ക്കുള്ള വഴിയൊരുക്കൽ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് പറയണ്ട. എന്താ കാര്യം? ഇന്നത്തെ ഫിലോസഫി വേറെയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അത് അവൻ്റെ കാര്യമല്ലേ, അത് അവൻ്റെ തീരുമാനമല്ലേ, അവൻ്റെ ജീവിതമല്ലേ. എൻ്റെ ജീവിതം ഞാൻ നോക്കിയാൽ പോലും, ഞാൻ എന്തിനാ എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടുന്നത്? ഞാൻ അടുത്തത് പറയാൻ പോകുന്നതിന് ശ്രദ്ധിച്ചേക്കണേ. പിശാച് ഈ കാലഘട്ടത്തിൽ നമ്മളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നത്, നമ്മളെ വീഴിക്കുന്നത് ഉദാത്തമായ ചിന്തകളിലൂടെയാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പണ്ടത്തതുപോലെ കൊല, വഞ്ചന, ചതി, അനീതി ഇതൊന്നുമല്ല. ഇന്നത്തെ പുതിയ കെണി ഉദാത്തമെന്ന് തോന്നുന്ന ചിന്തകളിലൂടെയാണ് പിശാച് നമ്മളെ കെണിയിൽ വീഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല ചിന്തയല്ലേ കേൾക്കുമ്പോൾ? എന്തിനാണ് ഞാൻ വല്ലവന്റെ ജീവിതത്തിൽ ഇടപെടുന്നത്? നല്ല ചിന്തയല്ലേ? എന്തിനാണ് അവൻ്റെ പ്രൈവറ്റ് അഫയേഴ്സിൽ ഞാൻ കമന്റ് ചെയ്യുന്നത്? നല്ല ചിന്തയല്ലേ? തട്ടിപ്പാണിത്. കേൾക്കുമ്പോൾ ഉദാത്തമെന്ന് തോന്നുന്ന ചിന്തകളിലൂടെ ഇന്ന് പിശാച് നമ്മളെ വീഴിക്കുകയാണ്. നമുക്ക് പ്രിയപ്പെട്ടവരോട് മാനസാന്തരപ്പെടാനുള്ള ആഹ്വാനം നൽകാനുള്ള തൻ്റെ ഇടമുണ്ടാകുവാൻ സ്നാപക യോഹന്നാൻ ക്ഷണിക്കുന്നത് വീട്ടകങ്ങളിൽ സംഭവിക്കണം. ചില അമ്മമാരോട് അപ്പന്മാരോട് മകൻ അങ്ങനെ, അച്ഛാ എന്നാ പറയാൻ, ഞാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? പക്ഷെ അവരുടെ ജീവിതം, അവരെ നമ്മൾ പഠിപ്പിച്ചു വളർത്തി വലുതാക്കി, ഇനി അവരുടെ ജീവിതമല്ലേ. എന്തേ പറയാൻ ഭയം? അപരൻ്റെ ജീവിതത്തിലേക്ക് മിശിഹായ്ക്ക് വഴിയൊരുക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്. അപരൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ആദ്യം ചെയ്യണം, എന്നിട്ട് വേണം കേട്ടോ. അത് ചെയ്യാതെ വരുമ്പോഴാണ് നമ്മളൊക്കെ ഇളഭ്യരായി പോകുന്നത്, നമ്മൾ നാണം കെട്ട് പോകുന്നത്, മിശിഹ തമ്പുരാൻ തോറ്റു പോകുന്നത്. ആദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് മിശിഹായ്ക്ക് വഴിയൊരുക്കിയിട്ട് അപരൻ്റെ ജീവിതത്തിലേക്ക് മിശിഹായ്ക്ക് വഴിയൊരുക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാ ക്രിസ്ത്യാനിക്കുമുണ്ട്. സ്നാപക യോഹന്നാൻ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം കാര്യം മനസ്സിലായെന്ന് വിചാരിച്ച് രണ്ടാം പാഠത്തിലേക്ക് പോകുന്നു.
രണ്ടാമത്തെ പാഠം, സ്നാപക യോഹന്നാൻ ഈസ് ഈക്വൽ ടു സത്യം പറഞ്ഞവൻ. സത്യം പറഞ്ഞവൻ. സ്നാപക യോഹന്നാൻ സത്യം പറഞ്ഞവനാണ്. അവനെ കൊണ്ട് പറ്റത്തില്ല സുഖിപ്പിക്കാനോ കള്ളത്തരം പറയാനോ. ഉള്ള കാര്യം പറഞ്ഞു. ഹെറോദോസ് രാജാവാണ്, പറഞ്ഞു നീ കാണിക്കുന്നത് കൊള്ളരുതായ്മയാണ്. സത്യം വിളിച്ചു പറഞ്ഞു. തല പോയാലും സത്യമേ പറയൂ എന്ന് വാശി പിടിച്ചവന്റെ പേരാണ് സ്നാപക യോഹന്നാൻ. ഇന്നത്തെ കാലത്തില്ലാതെ പോകുന്നതും ഇത് തന്നെയാണ്. സത്യമില്ല. സത്യമില്ല. ഞാൻ ഈ അടുത്ത കാലത്തും ഒരു ടോക്കിൽ പറഞ്ഞു, ഈ കാലഘട്ടത്തെ ഫിലോസഫേഴ്സ് വിളിക്കുന്ന പേര് പോസ്റ്റ് ട്രൂത്ത് എറ. പോസ്റ്റ് ട്രൂത്ത് എറ. നമ്മൾ പോസ്റ്റ് കണ്ടംപററി എറ എന്നൊക്കെ പറയത്തില്ല, ഉത്തരാധുനിക കാലം എന്ന് പറയത്തില്ലായിരുന്നു. അതുപോലെ പോസ്റ്റ് ട്രൂത്ത് എറ, ഉത്തര സത്യ കാലഘട്ടം. സത്യം കഴിഞ്ഞുപോയി. സത്യം കഴിഞ്ഞുപോയി. ഇനി സത്യത്തിന് വിലയില്ല. ഇപ്പൊ സത്യമല്ലേ ഭരിക്കുന്നത് ലോകത്തെ. സത്യം ആർക്കും വേണ്ട. നമുക്കാരോടും സത്യം പറയാനുള്ള ആർജവത്വം ഉണ്ടോ? ഏറ്റവും നിസ്സാരമായ ഉദാഹരണം, നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മൾ എഴുതേണ്ട ഒരു, ഞാൻ ഇന്ന് പറയുകയായിരുന്നു, ഒരാളൊരു പാട്ട് പാടി. നമ്മളോട് ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്. നമുക്കറിയാം ആ പാട്ട് നല്ല ബോറായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? കൊള്ളായിരുന്നു കേട്ടോ, നന്നായിരിക്കുന്നു. എന്താ ഇവിടെ സംഭവിച്ചത്? രണ്ട് വാല്യൂസ്, ഒന്ന് ട്രൂത്ത്, രണ്ട് ഒരാശ്വാസം. ഇതിൽ നമ്മൾ ഈ ആശ്വസിപ്പിക്കുന്നതിന് വാല്യൂ കൊടുത്തു. സത്യം അവൻ്റെ അവകാശമാണ്. സത്യം കേൾക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആ അവകാശം നീ കൊടുക്കുന്ന ബോണസ് അല്ല, അത് അവൻ്റെ റൈറ്റ് ആണ്. അത് തിരിച്ചറിയണം. സത്യം പറയാൻ ഇന്ന് ആർക്കും കെൽപ്പില്ല. സത്യം പറയണ്ടല്ലോ. എല്ലാവരെയും സുഖിപ്പിച്ച് നയതന്ത്രജ്ഞതയോടെ ഡിപ്ലോമസി ജീവിച്ചങ്ങ് പോയാൽ മതി. സത്യം എന്തോ എക്സ്ട്രാ ബോണസാണ്. സത്യം ബോണസ് ഒന്നുമല്ല. സത്യം കേൾക്കുന്നവന്റെ അവകാശമാണ്, പറയുന്നവന്റെ ഉത്തരവാദിത്വമാണ്. ഇത് പ്രത്യേകം ഓർക്കണേ. വീട്ടകങ്ങളിലാകട്ടെ, സഭയിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, സത്യം എന്നുള്ളത് കേൾക്കുന്നവന്റെ അവകാശവും പറയുന്നവന്റെ ഉത്തരവാദിത്വവുമാണ്. അത് സ്നാപക യോഹന്നാൻ പ്രത്യേകം പഠിപ്പിക്കും. തല പോയാലും സത്യം പറയരുത്. നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ഈ പുണ്യങ്ങളൊക്കെ. മൂന്നാമത് സ്നാപക യോഹന്നാൻ പഠിപ്പിക്കുന്ന പാഠം, ഈശോ അടുത്തു വരുമ്പോൾ സന്തോഷിക്കാൻ പറ്റണം. ഈശോ ചാരത്ത് വരുമ്പോൾ സന്തോഷിക്കാൻ പറ്റണം. അത് സ്നാപക യോഹന്നാൻ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. എവിടെയാണ് ഈശോ അങ്ങനെ ഒരു പാഠം പഠിപ്പിക്കുന്നത്? ഉണ്ട്. ഇതിൻ്റെ പ്രസക്തി എന്താ? ഈ ചിന്തയുടെ പ്രസക്തി നമ്മൾ ഈശോയെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് തമ്പുരാനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ചൂരൽ വടിയുമായിട്ട് വന്നിന്ന് ധാർമ്മികതയുടെ ആൾരൂപമായിട്ട് നമ്മുടെ ശരിതെറ്റുകളെ വേർതിരിച്ച് കാട്ടി നമ്മളെ വിധിക്കുന്ന, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തള്ളിയിടുന്നൊരു ഭീകരരൂപമായിട്ട് മാത്രമാണോ ഈശോയെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഈശോയിൽ ആനന്ദിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ടത്, ഡു ഐ റിയലി റിജോയ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? പള്ളി പോകുന്നുണ്ടോ? ഒരു കുറവില്ല പള്ളി പോക്കിനൊക്കെ. കൊറോണ കാലത്തൊന്ന് പള്ളി അടഞ്ഞു കിടന്നെങ്കിലും പള്ളി തുറന്ന പാടെ എല്ലാവരും കൂടെ അകത്ത് കയറുന്നുണ്ട്. നല്ല കാര്യമാണ്. പള്ളി പോകുമ്പോൾ നിനക്ക് ആനന്ദം ഉണ്ടോടാവേ? സന്തോഷമുണ്ട്. നമ്മളെന്താ മറ്റേ പള്ളിക്കടയിൽ പോകുന്ന പോലെ ലിസ്റ്റുമായിട്ട് പോവാണ് പള്ളിയിൽ. സാധിച്ചെടുക്കേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റാണ്. ആനന്ദമുണ്ടോ? അതായത് കർത്താവ് ദിവ്യകാരുണ്യം കൺമുമ്പിൽ എടുത്തു വെക്കുമ്പോൾ നിന്റെ കണ്ണ് നിറയുന്നത് നിന്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ ഓർത്തിട്ടാണോ, അതോ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് നിൽക്കുന്നു എന്നതിൻ്റെ സന്തോഷത്തിൻ്റെ കണ്ണീരാണോ? ആ സന്തോഷത്തിൻ്റെ കണ്ണീരാണ് വരേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റത് വരും കേട്ടോ, സങ്കടമൊക്കെ ഉണ്ടാകും. സങ്കടം വേറെ ആരോട് പറയാനാണ്? നമുക്ക് കർത്താവിൻ്റെ ആരോട് പറയാനാ? അത് വന്നോട്ടെ. പക്ഷേ ഈ ആനന്ദത്തിൻ്റെ ഫാക്ടർ അത് മിസ്സായി പോകരുത്. സ്നാപക യോഹന്നാൻ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നൊരു പാഠം അതാണ്. അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ടേ കർത്താവ് തമ്പുരാന്റെ സാന്നിധ്യത്തിൽ ആനന്ദിച്ചവനാണ് സ്നാപക യോഹന്നാൻ. എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്നുകൊണ്ട് തന്നെ മറിയത്തിന്റെ ഉള്ളിലെ ഈശോയുടെ സാന്നിധ്യത്താൽ ആനന്ദ നൃത്തം ചവിട്ടിയവനാണ് സ്നാപക യോഹന്നാൻ. സന്തോഷം, ആനന്ദം, ഇത് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ രീതിയായിട്ട് മാറണം. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് ക്രിസ്ത്യാനിയുടെ മുഖഭാവം വ്യാകുല മാതാവിന്റെ മുഖഭാവമാണ്. വാടിത്തളർന്ന് ഇങ്ങനെ ശിരസ് കൂനിയിരിക്കുന്നവരാണ് ക്രിസ്ത്യാനി എന്നാണ് വിചാരം. അങ്ങനല്ല. ക്രിസ്ത്യാനി ഈശോ തന്നെ പറഞ്ഞില്ലേ, എൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണ്? ഈശോ പറഞ്ഞിട്ടുണ്ടോ? സുവിശേഷം നന്നായിട്ട് വായിക്കാത്തതിൻ്റെ കുഴപ്പമാണ് നമുക്ക്. ഈശോ പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളിൽ സന്തോഷമുണ്ടാകാനും ആ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകാനുമാണ്. അതായത് ഒരു ആനന്ദ പൂർണ്ണതയാണ് കർത്താവ് തമ്പുരാന്റെ ആഗമനത്തിന്റെ ഉദ്ദേശം തന്നെ. ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ ദൈവം തമ്പുരാൻ സ്വർഗം വിട്ടിറങ്ങി ഭൂമിയിലേക്ക് വന്നത് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഓർക്കേണ്ടത്, കർത്താവ് വന്നത്
നമ്മൾ ആനന്ദ പൂർണ്ണത സ്വന്തമാക്കാനാണ്, സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനാണ്. അതിൻ്റെ മാതൃക ആര് തരുന്നുണ്ട്? അതിൻ്റെ മാതൃക സ്നാപക യോഹന്നാൻ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചിന്തിച്ച 3 കാര്യങ്ങൾ, നമ്മുടെ കാലഘട്ടത്തോട് സ്നാപക യോഹന്നാൻ സംവദിക്കുന്ന 3 കാര്യങ്ങൾ. ഗ്ലോറിയായിൽ ഈ ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈശോ തമ്പുരാന്റെ പിറവിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെ ഓരോ ദിവസവും എടുത്ത് ധ്യാനിച്ച് കർത്താവ് തമ്പുരാന്റെ പുൽക്കൂട്ടിലേക്ക്, തിരുസവിധത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് ഒരുങ്ങുന്ന ഈ ശുശ്രൂഷയുടെ ദിവസങ്ങളിൽ 1-ാം ദിനമായി ഇന്ന് സ്നാപക യോഹന്നാനെ നമ്മൾ ധ്യാനിച്ചപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയ കാര്യം, സ്നാപക യോഹന്നാൻ വഴിയൊരുക്കുന്നവനാണ്. നമ്മളും വഴിയൊരുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒന്നാമത് വഴിയൊരുക്കേണ്ടത് നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കർത്താവിന് വേണ്ടി ഒരു വഴി വെട്ടണം നമുക്കുണ്ട്. ഇന്നോളം വെട്ടം കയറി ചെന്നിട്ടില്ലാത്ത ഹൃദയത്തിൻ്റെ അങ്ങേ മൂലയ്ക്ക് എൻ്റെ പാപചായ്വുകളുടെ ദുർഗന്ധം വമിക്കുന്ന ഓർമ്മകളുടെ ഇടമായ ഒരു അങ്ങേ മൂലയുണ്ട് നമുക്ക്. ആ അറ്റം വരെ കർത്താവിന് വേണ്ടി വഴിവെട്ടാനുള്ള ക്ഷണം തരുന്നുണ്ട് സ്നാപക യോഹന്നാൻ. ഒപ്പം അപരൻ്റെ ജീവിതത്തിലേക്ക് ഒരു ആഹ്വാനം കൊടുക്കണം, മിശിഹായ്ക്ക് വഴിയൊരുക്കാനുള്ള ശ്രമം കൊടുക്കണം. അത് എൻ്റെ വീട്ടകത്ത് എൻ്റെ പ്രിയപ്പെട്ടവരാകാം, എൻ്റെ സുഹൃത്തുക്കളാകാം, എൻ്റെ ചുറ്റുപാടുമുള്ളവരാകാം. അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് മിശിഹായെ വഴിവെട്ടി മിശിഹായെ തെളിക്കണം. അവിടേക്കൊക്കെ അപരൻ്റെ ജീവിതത്തിലേക്ക് കർത്താവിനായിട്ട് ഒരു വഴിയൊരുക്കാൻ കഴിയണം. അതിനുള്ള ടൂളാണ് മാനസാന്തരത്തിൻ്റെ ആഹ്വാനം. ഈ നടക്കുന്ന വഴി ശരിയല്ലെന്ന്, ഈ ചെയ്യുന്ന കാര്യം ശരിയല്ലെന്ന് ആരോടെങ്കിലുമൊക്കെ ഓർമ്മിപ്പിക്കാനുള്ള ആർജവത്വം ക്രിസ്ത്യാനിക്ക് ഉണ്ടാകണമെന്നേ. നമ്മുടെ പേടി മുഴുവൻ എന്താ? അവൻ്റെ അപ്രീതിക്ക് ഞാൻ കാരണമാകുമോ? വെറുതെ എന്ത് ഞാൻ അവൻ്റെ അനിഷ്ടം സമ്പാദിക്കുന്നത്, അതുകൊണ്ട് ഞാനായിട്ടൊന്നിനും ഇല്ല എന്നുള്ളതാണ് ഭാവം. അരുത്. ആ നിസ്സംഗത ക്രിസ്ത്യാനിക്ക് ചേരുന്നതല്ല. ആ നിസ്സംഗഭാവം ക്രിസ്ത്യാനിക്ക് ഭൂഷണമല്ല. പറയണം, മാനസാന്തരപ്പെടുവിൻ. 2, സ്നാപക യോഹന്നാൻ സത്യം പറഞ്ഞവനാണ്. ആ പറഞ്ഞ വാക്ക്, മുമ്പ് നമ്മൾ സൂചിപ്പിച്ച വാക്യം മനസ്സിലുണ്ടാകണമേ. സത്യം പറഞ്ഞ് ശീലിക്കണം. കള്ളത്തരത്തിൻ്റെ മുകളിൽ കൊട്ടാരം പണിയാൻ നിൽക്കരുത്. കള്ളത്തരത്തിൻ്റെ മുകളിൽ ഒരു ജീവിതം പണിയാൻ ശ്രമിക്കരുത്. അത് ഇടിഞ്ഞു വീഴുക തന്നെ ചെയ്യും. സത്യം അതിൻ്റെ മുഴുവൻ മഹിമയോടെ ഏതെങ്കിലും ഒരു കാലത്ത് പുറത്തു വരുമെന്ന് ഓർക്കണേ. അതുകൊണ്ട് സത്യം ഒരു ആഡംബരമല്ല. സത്യം പറയുക എന്നത് ഒരു ആഡംബരമല്ല. സത്യം പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്വവും കേൾക്കുന്നവൻ്റെ അവകാശവുമാണെന്ന് എപ്പോഴും ഓർത്തേക്കണേ. 3-ാമത്തെ കാര്യം, സ്നാപക യോഹന്നാൻ ആനന്ദത്തിൻ്റെ, നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ തീതുപ്പിയ വാക്കുകളിൽ പ്രവചിച്ചവൻ, ഭയങ്കര കഠോരമായ വാക്കുകൾ ഉച്ചരിച്ചവൻ, അങ്ങനെയൊക്കെയാണ് സ്നാപക യോഹന്നാൻ. അതൊക്കെ ആകുമ്പോഴും അതൊക്കെ അവൻ ചെയ്തത് അവൻ്റെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ ആനന്ദത്തിൻ്റെ പുറത്തേക്കുള്ള ഒഴുകലായിരുന്നു. അത് നമുക്കും ഉണ്ടാകേണ്ടത്. സങ്കടങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ഈശോയിൽ ആനന്ദം കണ്ടെത്താൻ. നിർഭാഗ്യവശാൽ നമുക്ക് പറ്റുന്ന അപകടം, നമ്മുടെ ആനന്ദത്തിൻ്റെ കാരണം മറ്റു പലതുമാണ്. ആനന്ദത്തിൻ്റെ കാരണം മറ്റു പലതാണ്. അതൊക്കെ ഇടിഞ്ഞു വീഴുന്നതും തകരുന്നതുമാണ്. അതൊക്കെ മക്കൾ ആനന്ദത്തിൻ്റെ കാരണമാകുന്നുണ്ട്. ജീവിത പങ്കാളി, എൻ്റെ കുടുംബം, എൻ്റെ സ്വത്ത്, എൻ്റെ തൊഴിൽ ആനന്ദത്തിൻ്റെ കാരണമായാൽ അവയൊക്കെ മാറിപ്പോകുന്നവയാ കേട്ടോ. അവയൊക്കെ മാറുമ്പോൾ ആനന്ദവും പോകും. ആനന്ദത്തിൻ്റെ സോൾ റീസൺ, പ്രധാനപ്പെട്ട കാരണം ഈശോ തമ്പുരാനായിരിക്കണം. അങ്ങനെ വരുമ്പോൾ എൻ്റെ ആനന്ദം, എൻ്റെ സന്തോഷം ആരും എന്നിൽ നിന്ന് കവർന്നെടുക്കില്ല. എൻ്റെ ഈശോയ്ക്ക് മാറ്റമില്ല. ഈ ചിന്തകളോടുകൂടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധനായവൻ്റെ മുമ്പിൽ, സ്വർഗത്തിൽ എനിക്കായി പെയ്തിറങ്ങിയവൻ്റെ മുമ്പിൽ ആരാധനയോടെ നിന്ന് കർത്താവേ സത്യം പറയാൻ കെൽപ്പ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. മാനസാന്തരപ്പെടാനുള്ള ആർജവത്വം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം നിന്റെ സാന്നിധ്യത്തിൽ ആനന്ദിക്കാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. മിശിഹാ കർത്താവേ,
മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഈശോയെ, പരിശുദ്ധനായവനെ, നിനക്ക് ആരാധന. കർത്താവേ, നിന്റെ തിരുപ്പിറവി ആഘോഷിക്കാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഈ ഒരുക്ക ധ്യാനത്തെ തിരുസന്നിധിയിൽ ഭരമേൽപ്പിക്കുന്നു. കർത്താവേ, വിശുദ്ധിയോടെ ക്രിസ്മസ് ആഘോഷിക്കുക. തിരുവചനം ധ്യാനിച്ച് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരുന്ന് ഒരുക്കത്തോടെ തിരുപ്പിറവി ആഘോഷിക്കാൻ നിന്റെ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന എല്ലാ ശുശ്രൂഷകളെയും തിരുസന്നിധിയിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയിൽ നീ ഞങ്ങളെ കാക്കണമേ. ഈശോയെ, ഞങ്ങൾ ഇന്ന് കേട്ട വചനത്തെ ധ്യാനിച്ച് പ്രാർത്ഥനയായി തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഗ്ലോറിയ ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തിൻ്റെ ആദ്യ ദിനം ഞങ്ങൾ ഇന്ന് കേട്ടത് സ്നാപക യോഹന്നാനെ കുറിച്ചാണ്. ഈശോയെ നിനക്ക് വഴിയൊരുക്കാനായി വന്നവനെ കുറിച്ച്, നിന്റെ സാന്നിധ്യത്തിൽ ആനന്ദിച്ച സ്നാപക യോഹന്നാനെ കുറിച്ച്. ഈശോയെ, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ആശ്വാസവും ആനന്ദവുമാണ്. ദൈവജനമേ, നമുക്ക് ഏറ്റുപറയാം. ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കി ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് ഏറ്റുപറയേണ്ട കാര്യമാണ്. ഈശോയെ, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ആശ്വാസവും ആനന്ദവുമാണ്. കർത്താവേ, സങ്കടങ്ങളേറെയുണ്ട് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, ഞെരുക്കങ്ങളേറെയുണ്ട് കർത്താവേ. കണ്ണീരിന് കുറവില്ലെൻ്റെ ഈശോയെ. അതൊക്കെ നിന്റെ സാന്നിധ്യത്തിൽ അത് ആശ്വാസത്തിൻ്റെ നേരമായിട്ട് മാറുകയാണ്. നിന്റെ അടുത്തിരിക്കുന്നതിൽ ഞങ്ങൾ ആനന്ദം കണ്ടെത്തുകയാണ്. അത് മറ്റുള്ളവയിൽ നിന്ന് ഒളിച്ചോട്ടമല്ല, മറിച്ച് നിന്നെ ഇങ്ങനെ
ചേർന്നിരിക്കുമ്പോൾ, നിന്നോട് ചേർന്നിരിക്കുമ്പോൾ, നിന്റെ സ്നേഹത്തണലിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്നൊരു കരുത്തും ആശ്വാസവും ഉണ്ട്. ഈശോ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ യഥാർത്ഥ സന്തോഷം നിറയ്ക്കുന്ന ഞങ്ങളുടെ കർത്താവ് തമ്പുരാനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. മറ്റു പലയിടങ്ങളിലും സന്തോഷം തേടി ഞങ്ങൾ പോയിട്ടുണ്ട്. നിനക്കറിയാം കർത്താവേ, ബലഹീനരായ മനുഷ്യരാണ് ഞങ്ങൾ. ആ ബലഹീനതയിൽ ഇടർച്ചകളേറെ സംഭവിച്ചു പോയിട്ടുണ്ട് കർത്താവേ. പക്ഷേ ഓരോ ഇടർച്ചയിലും ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു, നീയാണ് ഞങ്ങളുടെ യഥാർത്ഥ സന്തോഷമെന്ന്. കർത്താവേ, നീ പറഞ്ഞില്ലേ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാനും ആ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകാനുമാണെന്ന്. കർത്താവേ, ആ സന്തോഷത്തിൻ്റെ പൂർണ്ണത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വാടിപ്പോകാതെ ഞങ്ങളെ കാക്കണമേ. ഈശോയെ, നിന്നെപ്പോലെ മറ്റാരുമില്ല. ദൈവജനമേ, ഇരുകരങ്ങളും ചെറുതായിട്ട് ഒന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ആരാധനയുടെ ഭാവങ്ങളിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് കർത്താവിനെ ആരാധിക്കട്ടെ. ശരീരത്തിൻ്റെ സമർപ്പണം നടക്കട്ടെ. മുട്ടിന്മേൽ നിൽക്കാൻ പറ്റുന്നവരൊക്കെ മുട്ടിന്മേൽ നിന്ന് ഈശോയെ ആരാധിക്കട്ടെ. എളിമപ്പെടുകയാണ് നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുകയാണ്. കർത്താവേ, നിന്റെ പക്കൽ ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കരങ്ങൾ ചെറുതായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എളിമയോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്നെപ്പോലെ മറ്റാരുമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ. ഈശോയെ, നിന്നെപ്പോലെ മറ്റാരുമില്ല. തുല്യം ചെല്ലാൻ, നിന്നോട് തുല്യം ചെല്ലാൻ മറ്റാരുണ്ട്? ഞങ്ങൾ തിരിച്ചറിയുകയാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നീയാണ് ഞങ്ങളുടെ അഭയശിലയും ഞങ്ങളുടെ അത്താണിയുമെന്ന്. നീയാണ് ഞങ്ങളുടെ ആശ്രയവും ഞങ്ങളുടെ കരുത്തുമെന്ന്. നീയാണ് ഞങ്ങളുടെ ആശ്വാസവും ഞങ്ങളുടെ ആനന്ദവുമെന്ന്. ഈശോയെ, നിനക്ക് ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ ഈശോയേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ ഈശോയേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. ഈശോയെ, ഞങ്ങൾ കേൾക്കുകയായിരുന്നു, കർത്താവിൻ്റെ വഴിയൊരുക്കുവാൻ വന്നവനാണ് സ്നാപക യോഹന്നാൻ. ഈ ക്രിസ്മസിനോട് ഞങ്ങൾ അടുത്ത് നിൽക്കുമ്പോൾ 3-4 ദിവസങ്ങൾക്കപ്പുറത്ത് കർത്താവേ, നിന്റെ തിരുപ്പിറവി ആഘോഷിക്കാൻ ഞങ്ങൾ തയ്യാറെടുക്കുമ്പോൾ വഴിയൊരുക്കുവാനുള്ള ക്ഷണം ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ഞങ്ങളുടെ ഹൃദയ ഇടങ്ങളിലേക്ക് കർത്താവേ, നിനക്കായി വാതിൽ തുറന്നിടുവാൻ, വഴിവെട്ടുവാനുള്ള ക്ഷണം ഞങ്ങൾ കാതോർക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈശോയെ സമ്മാനിക്കുവാൻ തക്കവിധം അവരെ ഒരുക്കുക. അതിന് സ്നാപക യോഹന്നാനെ സംസാരിച്ചതുപോലെ മാനസാന്തരത്തിൻ്റെ ആഹ്വാനം നൽകുക. കർത്താവേ, ഈ മാനസാന്തരം ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ നടക്കുവാൻ ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവജനമേ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ
മാനസാന്തരം വേണ്ട മേഖലകളെ ഈ സമയത്ത് തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപചായ്വുകളെ ഓർത്തെടുത്ത് പ്രാർത്ഥിക്കണേ. ഓരോരുത്തരും തിരുസന്നിധിയിൽ വലിയ ആത്മവിശകലനത്തിന് നമ്മളെ തന്നെ വിധേയരാക്കേണ്ട നേരമാണിത്. മിശിഹായെ സ്വീകരിക്കുവാൻ ഒരു ജനത്തെ സ്നാപക യോഹന്നാൻ ഒരുക്കിയത് മാനസാന്തരപ്പെടുവിനെന്ന ആഹ്വാനത്തോടെയാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോയെ, നീയാണ് സ്വർഗരാജ്യം. നിന്റെ സാമീപ്യം ഞങ്ങളുടെ ചാരത്തെത്തുമ്പോൾ മാനസാന്തരപ്പെട്ട് ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, പാപചായ്വുകൾക്ക് കുറവില്ല കർത്താവേ. നിന്നെ ആരാധിക്കുമ്പോഴും പ്രാർത്ഥനകൾക്ക് മുടക്കം വരാതിരിക്കുമ്പോഴും നോമ്പും ഉപവാസവും എടുക്കുമ്പോഴും ആകുന്ന പുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുമ്പോഴും കർത്താവേ, പാപത്തിന്റെ ഒരു മേഖല മാറാതെ കിടപ്പുണ്ട്. മാനസാന്തരപ്പെടാൻ മനസ്സില്ലാതായി പോകുന്നു എന്നതാണ് കർത്താവേ ഞങ്ങളുടെ അപകടം. പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ തക്കവിധം ഒരു തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നു എന്നതാണ് ഈശോയെ ഞങ്ങളുടെ അപകടം. ഞങ്ങൾക്ക് പല പാപങ്ങളും ചെയ്ത് 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 ശീലമായിരിക്കുകയാണ്. പാപം ഞങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. ഞങ്ങളുടെ ഭാഗമല്ലാതിരുന്നൊരു പാപം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിച്ച് ഞങ്ങൾക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. അത്തരം ചില പാപങ്ങളോട് ഞങ്ങൾക്ക് പ്രിയമാണ് കർത്താവേ, ഞങ്ങൾക്ക് ഇഷ്ടമായിരിക്കുകയാണ്. പാപവുമായി ഞങ്ങൾ ചെങ്ങാത്തം കൂടിയിരിക്കുകയാണ്. അതിനെ അറത്തുമുറിച്ചിട്ട് തിരുസന്നിധിയിലേക്ക് ഓടിയണയുവാൻ കർത്താവേ, അത്തരമൊരു തീരുമാനമെടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തായു. ദൈവജനമേ, ഹൃദയം തുറന്നു വെച്ച് പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങളാണിത്. കർത്താവേ, നിനക്കും എനിക്കും അറിയാവുന്ന എൻ്റെ പാപത്തിൻ്റെ മേഖലകൾ, എനിക്കും നിനക്കും ഇടയ്ക്ക് അകലം തീർക്കുന്ന എൻ്റെ പാപചങ്ങാത്തം സമർപ്പിക്കുന്ന ഈശോ, എനിക്ക് ശക്തി തരണേ, പാപം ഒഴിവാക്കാനുള്ള ആഗ്രഹം എനിക്ക് തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ മാനസാന്തരം ആവശ്യമുള്ളവരെ ഓർത്തെടുക്കണേ. അവർക്ക് വേണ്ടി കൂടെ ഈ നേരത്ത് പ്രാർത്ഥിക്കണേ. നമ്മുടെ ജീവിത പങ്കാളിയാകാം, നമ്മുടെ മാതാപിതാക്കളാകാം, നമ്മുടെ മക്കളാകാം, നമ്മുടെ പ്രിയപ്പെട്ടവരാരുമാകാം. പ്രാർത്ഥനയിൽ സമർപ്പിക്കേണ്ട നേരമാണിത്. ഈശോയെ, മാനസാന്തരത്തിന്റെ ആഹ്വാനം അവരുടെ കാതുകളിലും മുഴങ്ങട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ദുശീലവും പാപചായവും ഒക്കെ ഞങ്ങളുടെയും സങ്കടമാണ് കർത്താവേ. ചിലപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, ബലമില്ലാതായിരിക്കുകയാണ് അവർക്ക്. ആ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് എഴുന്നേൽക്കാനോ ഒന്ന് നേരെ നിൽക്കാനോ കഴിയാത്ത വിധം ബലം നഷ്ടപ്പെട്ടു പോയി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ കരുണയാലെ ഞങ്ങളെ ചേർത്ത് പിടിച്ച് നിന്റെ സാന്നിധ്യത്തിൽ ആനന്ദിക്കുന്ന നിന്റെ ജനമാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള ദൈവജനമേ, നമ്മളെ ഓരോരുത്തരെയും ദിവ്യകാരുണ്യ സവിധയെ സമർപ്പിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങളെ ഓർത്തെടുത്ത് അവർക്ക് വേണ്ടി കൂടെ ത്യാഗമേറ്റെടുത്ത് തിരുസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈശോയെ, നിന്റെ കരം എൻ്റെ മേൽ വെക്കണമേ. ഈശോയെ, നിന്റെ കരം എൻ്റെ മേൽ വെക്കണമേ. കർത്താവേ, എന്നിലെ അശുദ്ധികളെ നീ ചാമ്പലാക്കി മാറ്റണമേ. പാപവിത്തേറെ ഉള്ളിലുണ്ട്, അവയൊക്കെ സമയവും തക്കവും നോക്കി നാമ്പെടുക്കുന്നുണ്ട്, അവയൊക്കെ ഫലം ചൂടുന്നുണ്ട്. പാപത്തിന്റെ വിഷവിത്തുകളേറെ എന്നിൽ ഉണ്ടാകുന്നുണ്ട്. കർത്താവേ, ചാമ്പലാക്കണമേ നീ. കർത്താവേ, എന്നിലെ പാപചായ്വുകളെ, എൻ്റെ അശുദ്ധിയെ കത്തിച്ച് ചാമ്പലാക്കി വിശുദ്ധിയുള്ള വെണ്മയുള്ള നിന്റെ മകനായി മകളാക്കി
എന്നെ നിന്റെ തിരുപ്പിറവിയിലേക്ക് നീ തന്നെ ഒരുക്കണമേ കർത്താവേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ കണ്ണിനെ, എൻ്റെ കാതിനെ, എൻ്റെ നാവിനെ, എൻ്റെ കരങ്ങളെ, എൻ്റെ കാലുകളെ നീ വിശുദ്ധീകരിച്ചു വെണ്മയുള്ളതാക്കി തീർക്കണമേ എന്ന് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും യാചനാഭാവത്തിൽ ചെറുതായിട്ടൊന്ന് തുറന്നു പിടിച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, വിശുദ്ധീകരിക്കണമേ, നിന്റെ ജനത്തെ വിശുദ്ധീകരിച്ച് ഈ വലിയ തിരുനാളിന് ഞങ്ങൾ നീ ഒരുക്കണമേ എന്ന് കുടുംബത്തോട് ചേർന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് തിരുസന്നിധിയിൽ നമുക്ക് ആരാധിച്ച് കരുണയ്ക്കായി, വിശുദ്ധീകരണത്തിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എൻ പ്രിയനേ യേശുവേ രക്ഷകാ, എൻ പ്രിയനേ യേശുവേ രക്ഷകാ, നിൻ കരമെന്മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്കന്നേ, നിൻ കരമെന്മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്കന്നേ. അഗ്നി എന്നിൽ കത്തട്ടെ, ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ എൻ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ, എന്റേതാം എല്ലാം വെണ്മയായി തീരട്ടെ, എന്റേതാം എല്ലാം. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ, ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ,
അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കാം. ഈ നേരത്ത് നമുക്ക് നിയോഗമായി സമർപ്പിക്കേണ്ടത് ഇന്ന് നമ്മൾ ചിന്തിച്ച കാര്യങ്ങളെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും നിനക്ക് വഴിയൊരുക്കുവാൻ ഞങ്ങളെ നീ ഉപകരണമാക്കണമേ. കർത്താവേ, സ്നാപക യോഹന്നാനെ പോലെ സത്യം സംസാരിക്കുന്നവരാകുവാൻ കൃപ തരണമേ. അസത്യം നാടുവാഴുന്ന കാലത്ത് സത്യത്തിൻ്റെ സാക്ഷികളാകുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, നീ പറഞ്ഞില്ലേ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അസത്യം ഞങ്ങളെ അടിമത്തത്തിലേക്ക് തള്ളിയിടുന്ന ഈ കാലത്ത് സത്യത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ജനമാക്കി ഞങ്ങളെ നീ മാറ്റണമേ. ഈശോയെ, സ്നാപക യോഹന്നാനെ പോലെ നിന്റെ സാന്നിധ്യത്തിൽ ആനന്ദിക്കുന്ന, ജീവിതം മുഴുവൻ നിന്റെ സാന്നിധ്യത്തിൻ്റെ ആനന്ദത്തിൽ രൂപപ്പെട്ടൊരു നൃത്തം കണക്കെ നിന്റെ സാന്നിധ്യാനുഭവത്തിൻ്റെ ലഹരിയിൽ ജീവിക്കുന്നവരാക്കി ഞങ്ങളെ നീ മാറ്റണമേ. ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ വാടിപ്പോകാതെ നിന്റെ സാന്നിധ്യത്തിൽ ആശ്വാസവും ആനന്ദവും കണ്ടെത്തുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നിയോഗം വെച്ച് നാഥൻ്റെ ആശീർവാദം പ്രാർത്ഥനയോടെ നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ.